പച്ചപ്പരവതാനി ഏതാണ്ട് 180ഓളം സിനിമകൾ അഭിനയിച്ച സ്ഥലമാണത്. ഇതാണ് അഗ്രഹാരം എന്ന് പറയുന്നത് കേട്ടോ. കൊള്ളാല്ലേ, നല്ലൊരു ഏരിയയാണ്. എത്രയോ സിനിമകൾ, പേര് ഞാനധികം എനിക്ക് തന്നെ ഒരുപാട് പേര് അറിയില്ല. ഒരുപാട് സിനിമകളുണ്ട്. മലയാളത്തിൽ തന്നെ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്യനൊക്കെ പൂണ്ട് വിളയാടിയ ഏരിയ ആണത്. എന്താല്ലേ, കൊള്ളാം, സൂപ്പറായി. നേരെ പോയി കഴിഞ്ഞൊരു കുളമുണ്ട്. നമുക്ക് ആ ഒരു കുളത്തിൻ്റെ അവിടേക്ക് പോവണം നമുക്ക് അങ്ങോട്ട്. അതായത് ബൈക്കായിട്ട് വരുവാണെങ്കിൽ ഇതിലോ ബൈക്ക് ഇവിടെ തുറന്നിട്ട് ഇതിനകത്തേക്ക് കയറ്റാം, അങ്ങനെയാണ്. അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഒരു ഡ്രോണൊക്കെ മാറണം അങ്ങോട്ട്. ഇതിൽ ഭംഗിയൊക്കെ ശരിക്കും മനസ്സിലാവണമെങ്കിൽ അതിലങ്ങനെ ദൂരെ അതിലൊക്കെ കാറ്റാടിപ്പാടങ്ങളാണ് ഒക്കെ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ. എന്താ പറയുക, കൊള്ളാം. ഇവിടെ കുളിക്കാം കേട്ടോ, ഇതിൽ കുളിക്കാം. ഇത് ഞാനവിടെ ചോദിച്ചപ്പോൾ ഇതിൻ്റെ ആയെന്ന് പറഞ്ഞത് ഏതാണ്ട് ഒരു തെങ്ങിൻ്റെ ഒരു തെങ്ങ് ഇതിൽ മൂടുന്നാണ് പറഞ്ഞത്. അത്ര കണ്ട ആയുണ്ടെന്ന്. അപ്പോൾ വെള്ളം കുറച്ച് കുറവാട്ടോ. പച്ച വിരിച്ച പറുദീസ, അത് കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. ഇവിടെ ഇടയിലൊക്കെ വണ്ടി പോകുന്നതാവോ, ഇല്ലല്ല, ഇവിടെ ട്രാക്ടറൊക്കെ പോയ പാട് കാണുന്നുണ്ട്. പൊന്നടാവേ, ചെങ്ങായിമാർ, എന്തൊരു ഭംഗിയോ നമ്മളുടെ വണ്ടി. സുന്ദരപാണ്ഡ്യപുരം അടിപൊളി ഏരിയ കേട്ടാ. അതിലൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ കൊക്കുകളാണെന്ന് തോന്നുന്നു. വെള്ള അങ്ങനെ കാണുന്നുണ്ട്. കൊക്കുകളാണെന്നെനിക്ക്, കൊക്കല്ലല്ലേ, വേറെ എന്തോ ഒരു വലയോ അങ്ങനെ എന്തോ നട്ട് വെച്ചിട്ടുണ്ട്. ഓ മോനെ, പച്ചപ്പരവതാനി എന്താ ഭംഗിയറിയോ. നമ്മളെ വണ്ടി ഉണ്ടങ്ങട് ഒരു ഫ്രെയിമിലൊക്കെ നമ്മുടെ വണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ വണ്ടിൻ്റെ ഒക്കെ ലുക്കനെ രാജിക്കാൻ. ഇവിടെ തോന്നിക്കൊന്നുമില്ല, ചളിയൊന്നുമില്ല. ഇവിടെ നല്ല പുല്ല. കൊള്ളാട്ടാ സുന്ദരപാണ്ഡ്യപുരം മോനെ.